കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആലപ്പുഴയിലെ ഫുഡ് കഴിച്ച് റിവ്യൂ ചെയ്യാം. ഇനി ഏത് ജില്ലയായിരിക്കും ബെസ്റ്റ് ഫുഡ് ഓഫ് കേരള അവാർഡ് കൊണ്ടുപോകാൻ പോകുന്നത്, കാത്തിരുന്ന് കാണുക. നമ്മൾ ആദ്യം പോയത് ഒരുപാട് പേര് കമന്റ് ഇട്ട് പറഞ്ഞ കായംകുളത്തെ സയാൻ മന്തിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ബട്ടർ ക്രീമി അൽഫാം. ഇത് എന്തുവാ, ബീഫ് ഗ്രില്ല്. അപ്പൊ നമുക്ക് ആദ്യം ബട്ടർ ക്രീമി ചിക്കൻ ട്രൈ ചെയ്യുവാണ്. ജസ്റ്റ് ഞാൻ എടുത്ത് ക്യാമറമാൻ കൊതി വിടുന്നുണ്ട്, ഇച്ചിരി കളഞ്ഞിട്ട് ബട്ടർ ക്രീമി അൽഫാം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. സ്മൂത്ത് സാധനം, ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും. ഈ ക്രീം കളർ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് എരിയൊക്കെ വാരി പൂശി എരിയുണ്ട് കേട്ടോ. റൈസും മയണൈസും ഇട്ടൊരു പിടി പിടിക്കാം. റൈസ് എന്തൊക്കെ പറഞ്ഞാലും മന്തി മനസ്സില്ല, റൈസ് എന്തൊക്കെ പറഞ്ഞാലും മന്തി മനസ്സില്ല കേട്ടോ. കൊള്ളാന്നേ ഉള്ളു അല്ലേ? ആ നല്ല ടെൻഡർ കോക്കനട്ട് ബീഫ്, ടെൻഡർ ബീഫ്. ടെൻഡറാണ്, പക്ഷെ കുറച്ച് വരുന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടെ. എനിക്കിത് ഇഷ്ടപ്പെട്ടെ. മൈ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്. ഇംഗ്ലീഷ് വേണ്ട കേട്ടോ, ഇംഗ്ലീഷില്ല. ഇതിന് എത്ര റേറ്റ് ചെയ്യും നമ്മൾ? ഇതിനൊരു 8 കൊടുക്കാം കേട്ടോ. അടുത്ത ഞങ്ങൾ പോയത് ഒരുപാട് പേര് കമന്റ് ഇട്ട ബ്രദേഴ്സ് ഹോട്ടലിലാണ്. ഒരുപാട് സിനിമ നടന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതാണ്ട് ചിരഞ്ജീവിയൊക്കെ വന്ന് എന്തോ ചൈന ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും സെലിബ്രിറ്റികൾ ബ്രദേഴ്സ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോയും ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം, എന്റെ ഫോട്ടോ ഇവിടെ വേണമെന്ന്. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്കാരനെ കൊണ്ട് കൊടുത്തു. ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വന്നല്ലേ, സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വന്നല്ലേ. ഇതുപോലത്തെ ഫോട്ടോ എന്റെ കൂടെ വെക്കൂ. ഞാൻ ഫോട്ടോ എടുത്തു. ഇത് കണ്ടോ, ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് ഞാൻ ഫേമസ് ആവുമ്പോ എന്റെ കൂടെ ഫോട്ടോ അവിടെ വെക്കണം. 10 ലക്ഷം ഫോളോവേഴ്സ് ആകുമ്പോഴത്തേക്ക് എനിക്കിവിടെ വെക്കണം അവിടെ. അപ്പൊ എന്റെ ഫോട്ടോയും ബ്രദേഴ്സ് ഹോട്ടലിൽ കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോഫ്റ്റ് പൊറോട്ട അടിക്കണം. സോഫ്റ്റ് പൊറോട്ട, നല്ല കറി. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കുന്നു? ഇതിനൊരു 8 കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇതിനൊരു 8 കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫുൾ മന്ത് കയറ്റിയിട്ട് എല്ലാ എണ്ണം കൂടെ വേണ്ട, വീണ്ടും പൊറോട്ട തന്നെ. എന്റെ കൂടെ നടന്ന എല്ലാ എണ്ണം ബൾക്കിങ് ആയിരുന്നു. കുഴി ദം ബിരിയാണി, അതാ ഇവിടുത്തെ ഏറ്റവും വിറ്റ് വന്ന ഫേമസ് ഏതാ? കുഴിദം ബിരിയാണിയാണ്. കുഴിദം ബിരിയാണി. ഓക്കെ, അപ്പൊ കുഴിദം ബിരിയാണി ഒരു പാഴ്സൽ. ആ, കുഴിദം ബിരിയാണി എന്ന് വെച്ചാൽ കുഴിക്കകത്തിട്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കുഴിദം ബിരിയാണി. നമ്മുടെ കുഴി, ഈ കുഴിയിൽ നമുക്ക് ഇറങ്ങിയാലോ? അപ്പൊ നമുക്ക് കുഴിയൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് കുഴി. നല്ല ചൂടാ കേട്ടോ. ഇവിടെ വെച്ചാണ് കുഴി ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ചൂടാ, പൊള്ളും. നീ ചാടാലത്. കുഴിയിലിട്ടുണ്ടാക്കുന്ന കുഴിദം ബിരിയാണിക്ക് ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ പോയത്. പക്ഷെ എനിക്കതൊരു നോർമൽ ബിരിയാണി കഴിക്കുന്ന കണക്കെ തോന്നിയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ് ബിരിയാണി. അതുകൊണ്ട് ഞാൻ എന്തിനാ 6.5 ഔട്ട് ഓഫ് 10 മാത്രമേ കൊടുക്കുന്നുള്ളൂ. വീട്ടിലൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ കഴിക്കാം, അല്ലാതെ ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ല. ഈന്തപ്പഴം അച്ചാറാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഈന്തപ്പഴം അച്ചാറാ. കോയയുടെ കടയിൽ വന്നിട്ട് ഇവിടുത്തെ മട്ടൻ കുറുമ കഴിക്കാൻ പറഞ്ഞു. പക്ഷേ മട്ടൻ കുറുമ തീർന്നു പോയി. ഇവിടെ ബീഫ് കുറുമേ ഉള്ളൂ. നമ്മൾ സിംഗിൾ പീസാണ് മേടിച്ചത്. കാര്യം വെച്ചാൽ ഇനി കഴിക്കാൻ വയ്യ, ഒരുപാട് ഇപ്പൊ തന്നെ കഴിച്ച്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് മണ്ണമൊന്നുമില്ല. കടയുടെ ആൾക്കാരൊക്കെ വന്ന് എന്നെ സൂക്ഷിച്ച് നോക്കി ഇരിപ്പുണ്ട്. ഞാൻ കൊള്ളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടുക്കള കയറ്റിയിട്ട് ഇടിക്കാനാ. വൺ ടൈം കഴിക്കബിൾ
വൺ ടൈം കഴിക്കബിൾ. എങ്ങനെയുണ്ട്? റിയാക്ഷൻ വാവ് ആണോ? ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ്. രോമാഞ്ചം കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. അതിനെക്കാട് മറ്റേ ബീഫാ അത് നമ്മളെ പ്രദേശത്തിന് അയച്ചാ. ഇതിനിപ്പോ റേറ്റ് എന്താ കൊടുക്കും നമ്മള്? നിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ഞാൻ 6.5 ഒരു 6.5. ഗൈസ്, ദിലീപേട്ടൻ്റെ അല്ല മീശയുള്ള എന്താ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിൽ പോകാൻ പറ്റിയില്ല. പുള്ളി 5:30 വരെ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെല്ലാൻ പോയപ്പോഴത്തേക്കും കട അടച്ചു പോയി. പിന്നെന്തുവാ, പിന്നെ കുറേ കട ഉണ്ടായിരുന്നു. എല്ലാ കടയും വൈകിട്ട് 6 മണി 7 മണി വരെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കുള്ളത് ഈ ഷാപ്പാണ്, ന്യൂയോർക്ക് ഷാപ്പ്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡിന് കഴിച്ച് നോക്കാം. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി ഇതും കൂടെ കഴിക്കണം. വയറ് നിറഞ്ഞ്. താറാവ് ഇതെന്തോ കാളാൻ ചെയ്യോ? കാളാഞ്ചി 3 പീസ്. ഞാൻ മീനൊന്നും കഴിക്കത്തില്ല, പക്ഷെ കൊള്ളാം കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം നല്ലതാണ് ഞാൻ അറിഞ്ഞത്, അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിക്കാം. ഇതാണ് കരിമീൻ പൊള്ളിച്ചത്. അത് ഫുള്ള് ഗ്രേവി ആണ് പൊള്ളിച്ചെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പൊള്ളിച്ചതാ കേട്ടോ, നല്ലോണം പൊള്ളി. എടുത്ത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഒരു കരിഞ്ഞ ഫീല്. അത് കരിമീനായോണ്ടായിരിക്കും. ഇവിടുത്തെ കള്ളപ്പവും താറാവ് കറിയും കാളാഞ്ചിക്കറിയും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇതിനൊരു 7.5 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ആർക്ക് ഫസ്റ്റ് കൊടുക്കണം? കുഴഞ്ഞു, ഫുഡെല്ലാം കഴിച്ച് കുഴഞ്ഞു. സായാനിലെ മന്തി എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ക്രീമി ബട്ടർ മന്തി അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഏതാ, ന്യൂയോർക്കിലെ അപ്പവും അതും ഇതൊക്കെ കൊള്ളായിരുന്നു. ബട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് സയാൻ മന്തിയാണ്. ഒരുപാട് കടയൊന്നും നമ്മൾ കയറിയില്ലല്ലോ, അതുകൊണ്ട് അവൻ പട്ടിക്കുഞ്ഞിനെ പിടിക്കാൻ പോകണം. അതുകൊണ്ട് തള്ള വന്നപ്പോൾ നിന്നെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് സയാൻ മന്തിയിലെ ക്രീമി ബട്ടർ അൽഫാമിനാണ്.